ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2025 UPSC എക്സാം അല്ലെങ്കിൽ UPSC മാത്രമല്ല ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, അപ്പോൾ 2025 പഠിക്കുന്നവർക്ക് ഒരു മോഡൽ ടൈം ടേബിളാണ് ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം പറയാം ഫസ്റ്റ് തന്നെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്തോളൂ, മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിൽ ഞാനൊരു 13 hours സ്റ്റഡി ടൈമാണ് പറഞ്ഞിരിക്കുന്നത്. അത് എൻ്റെ ഫേവറേറ്റ് ടൈമിനനുസരിച്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചേഞ്ചസ് ഒക്കെ വരുത്താം, കുഴപ്പമില്ല. വേണമെങ്കിൽ 13 എന്നുള്ളത് കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ ഒരിക്കലും കമ്പൽസറി ആയിട്ട് പറയത്തില്ല നിങ്ങൾ 13 hours 13 മണിക്കൂർ തന്നെ പഠിക്കണമെന്ന്. നിങ്ങൾക്കൊരു മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും പഠിക്കുക. കാരണം 2025 എക്സാം എഴുതുന്നത് കോമ്പറ്റേറ്റീവ് എക്സാം അല്ലേ. സോ ഡെയിലി നിങ്ങൾക്കൊരു 8 മണിക്കൂറെങ്കിലും പഠിക്കാൻ പറ്റുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. മിനിമം 8 മണിക്കൂർ പഠിക്കുക, അത്രയും സബ്ജക്റ്റ് ഉണ്ടല്ലോ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 7 to 8 hours എല്ലാ ദിവസവും ഉറങ്ങാൻ നോക്കുക. നിങ്ങൾക്ക് പറ്റാവുന്ന ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക, അത് ഫോളോ ചെയ്യുക. എൻ്റെ ഈ ടൈം ടേബിൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേഞ്ചസ് വരുത്താം. വേണമെങ്കിൽ ഇത് ഫോളോ ചെയ്യാതിരിക്കാം, വേണമെങ്കിൽ നിങ്ങളുടെ ടൈം മാറ്റി നിങ്ങൾക്ക് വയ്ക്കാം, ഇതിൽ ചേഞ്ചസ് വരുത്താം. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ഞാൻ നിങ്ങൾക്ക് ഒരു മോഡൽ മാത്രം പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ എൻ്റെ ഈ ടൈം ടേബിൾ പ്രകാരമാണെങ്കിൽ നിങ്ങൾക്കൊരു 7 hours സ്ലീപ്പും പിന്നെ ഒരു 2 hours നിങ്ങൾക്കൊരു ബ്രേക്ക് ടൈമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെപ്പോഴും പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ളത് ഏത് ടൈമോ ആണെന്നും പ്രൊഡക്റ്റീവ് അല്ലാതിരിക്കുന്നത് ഏത് ടൈമാണെന്നും കണ്ടുപിടിക്കുക. ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം മോർണിംഗ് ആണ്, പ്രൊഡക്റ്റീവ് അല്ലാത്ത ടൈം നൈറ്റ് ആണ്. രാത്രിയുടെ സമയമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈമും പ്രൊഡക്റ്റീവ് അല്ലാത്ത ടൈമും കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും പാടായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുക. പിന്നെ ഏറ്റവും പ്രൊഡക്റ്റീവ് അല്ലാത്ത ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കുക. സോ ഇത് രണ്ടും നമ്മൾ ഒന്ന് ബാലൻസ്ഡ് ആയി പൊക്കോളും. നിങ്ങളുടെ ഫേവറേറ്റ് ടൈം ഏതാണോ, ഇപ്പോൾ മോർണിംഗ് തന്നെ ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ ഫേവറേറ്റ് ടൈം. സോ അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം ടേബിളിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് ടൈം ടേബിളിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ ടൈം ടേബിൾ പ്രകാരം 5 മണിക്ക് നിങ്ങളോട് എഴുതിയേക്കണം. 5 മണിക്ക് എഴുന്നേൽക്കുക. അത് കഴിഞ്ഞിട്ട് 5 to 6 മണി വരെ മോർണിംഗ് എക്സസൈസ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, ഏതെങ്കിലും ഫിസിക്കൽ എക്സസൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളൊന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ബോഡിക്കും മൈൻഡിനും നല്ലൊരു റിഫ്രഷ്നെസ് കിട്ടും. പറ്റുമെങ്കിൽ ഒന്ന് കുളിച്ചിട്ടൊക്കെ വരിക. അത് കഴിഞ്ഞിട്ട് 6 മണി മുതൽ 9 മണി വരെ ഫസ്റ്റ് സ്റ്റഡി സ്ലോട്ടാണ്. അതിൽ 3 മണിക്കൂറുണ്ട് ആ ടൈം. നിങ്ങളുടെ ഫേവറേറ്റ് ടൈം ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുക. അങ്ങനെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ ചെയ്യുക. അത് കഴിഞ്ഞ് 9 to 9:30 വരെ അരമണിക്കൂറിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് 9:30 to 1 മണി വരെ 9:30 to 1 PM. ഇതിൽ ഇടയിൽ ഒരു 3.5 മണിക്കൂർ ടൈമുണ്ട്. ഇത് സെക്കൻഡ് സ്റ്റഡി സ്ലോട്ടിനുള്ള ടൈമാണ്. അത് കഴിഞ്ഞിട്ട് 1 മണി മുതൽ 3 മണി വരെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട്, ഞാൻ ഈ ടൈമിൽ ഒരു ബ്രേക്ക് ടൈമും കൊടുത്തിരിക്കുന്നത്. 2 മണിക്കൂർ നിങ്ങൾക്ക് ബ്രേക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 3 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ മൂന്നാമത്തെ സ്റ്റഡി സ്ലോട്ടിൻ്റെ ടൈമാണ്. 6 മണി മുതൽ പിന്നെ 8:30 വരെയാണ്. 8:30 വരെ നാലാമത്തെ സ്റ്റഡി സ്ലോട്ടിൻ്റെ ടൈമാണ്. 2.5 മണിക്കൂറുണ്ട്. ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ UPSC ഒക്കെ നോക്കുന്നവർക്കാണെങ്കിൽ കറണ്ട് അഫയേഴ്സൊക്കെ ഈ ടൈമിൽ വേണമെങ്കിൽ നോക്കും. കാരണം വൈകുന്നേരം ആ ഒരു ടൈമിലൊക്കെ ആകുമ്പോഴായിരിക്കും ഇങ്ങനെ ഡെയിലി അനാലിസിസ്, ന്യൂസ് പേപ്പർ അനാലിസിസ് ഒക്കെ കാണുന്നവരുണ്ടാവും. സോ അവർക്ക് ഈ ടൈമിൽ ന്യൂസ് പേപ്പർ അനാലിസിസ് ഒക്കെ നോക്കാം. ന്യൂസ് പേപ്പർ ഈ ടൈമിൽ വേണമെങ്കിൽ അവർക്ക് പഠിക്കാം. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ന്യൂസ് വായിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അനാലിസിസ് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരം ഈ ടൈം ന്യൂസ് പേപ്പറിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് 8:30 to 9 ഒരു അരമണിക്കൂറുണ്ട്. ആ അരമണിക്കൂർ നിങ്ങൾക്ക് രാത്രിയിലത്തേക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈമാണ്. അത് കഴിഞ്ഞ് 9 മണി മുതൽ 10 മണി വരെ ഞാനൊരു ടൈം കൊടുത്തിട്ടുണ്ട്. ഈ 10 മണി ഈ
1 മണിക്കൂർ ഗ്യാപ്പിൽ നിങ്ങൾക്ക് അന്നേ ദിവസം ഏതെങ്കിലും സബ്ജക്റ്റിന് ആൻസർ റൈറ്റിംഗ് ചെയ്യണം. ചിലപ്പോൾ കറണ്ട് അഫയേഴ്സിന് നിങ്ങൾക്ക് വല്ല ആൻസർ റൈറ്റിംഗ് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യാം. എന്തായിക്കോട്ടെ ഒരു ആൻസർ റൈറ്റിംഗ് ഈ 1 മണിക്കൂർ ഞാൻ കൊടുത്തിരിക്കുന്നത് ആൻസർ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഈ ആൻസർ റൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. UPSCക്ക് ആൻസർ റൈറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റാണ്. ആൻസർ റൈറ്റിങ്ങും MCQ പ്രാക്ടീസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. സോ ഞാൻ ഡെയിലി 1 മണിക്കൂർ ആൻസർ റൈറ്റിങ്ങിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കുറവാണ് ടൈം, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കുറവാണ്, കുറച്ചും കൂടി കൂടുതൽ കൊടുക്കണമായിരുന്നു. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 10 മണിക്ക് കിടന്നുറങ്ങണം, അത് മസ്റ്റാണ്. വേറെ ഒന്നും നോക്കിക്കൊണ്ടിരിക്കരുത്, ഫോണും നോക്കിക്കൊണ്ടിരിക്കരുത് റീലും കണ്ടുകൊണ്ട്. 10 മണിക്ക് കിടന്നുറങ്ങുക. അത് കഴിഞ്ഞിട്ട് സോ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു 7 hours ഡെയിലി സ്ലീപ്പ് കിട്ടും. 13 hours നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ 2 hours നിങ്ങൾക്ക് ബ്രേക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ഫോണൊക്കെ നോക്കാനായിട്ട് ഒരു 2 hours ബ്രേക്കും ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 13 hours പഠിക്കാൻ പറ്റില്ല, ടൈം കുറയ്ക്കണം എങ്കിൽ നിങ്ങൾക്ക് ടൈം കുറച്ചിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇനി ടൈമിൽ വല്ല വ്യത്യാസം, നിങ്ങളുടെ ഫേവറേറ്റ് ടൈം ഇതെല്ലാം ചേഞ്ച് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. സോ ഇങ്ങനെയാണ് ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഒട്ടും ഞാൻ കമ്പൽസറി ആയിട്ട് പറയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്താൽ മതി, ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മോട്ടിവേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എനിക്ക് പഠിക്കാൻ വേണ്ടി മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പറയാം. ആക്ച്വലി എൻ്റെ അമ്മ തന്നെയാണ് എനിക്ക് മോട്ടിവേഷനായിട്ട് നിൽക്കുന്നത്. കാരണം അമ്മ ഒരിക്കലും പറയത്തില്ല എന്നോട് ഇരുന്ന് പഠിക്കാൻ. ഇതുവരെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടോ പഠിക്കാൻ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടോ ഒന്നുമില്ല അമ്മ. പക്ഷേ എൻ്റെ മോട്ടിവേഷൻ എന്താണ് ഞാൻ കണ്ടെത്തുകയാണ് ചെയ്തത്. അതുപോലെ നിങ്ങളുടെ ലൈഫിലെ മോട്ടിവേഷൻ എന്താണെന്ന് കണ്ടെത്തുക. ഒരിക്കൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തോറ്റ സമയത്ത് അവർ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. ആ ഒരു സമയത്ത് ഇവരെല്ലാവരും അമ്മ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. സാരില്ല, ഇപ്രാവശ്യം കുഴപ്പമൊന്നുമില്ല, എല്ലാ ഇതിലും തോൽവിയൊക്കെ ഉണ്ടാവും, തോൽവിയാണ് ജയത്തിൻ്റെ മുന്നോടി. പിന്നെ എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, ഐ ട്രസ്റ്റ് യു എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ഞാൻ എപ്പോഴും ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ആവുന്ന ടൈമിൽ ഞാനിതെടുത്ത് കേൾക്കാറുണ്ട്, ഈ റെക്കോർഡിങ്സ് എടുത്ത് കേൾക്കാറുണ്ട്. സോ ആ സമയത്ത് എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. എൻ്റെ ശബ്ദം ഇപ്പോൾ ഇടറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണത്, ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയിരിക്കുന്ന സമയത്ത്. പിന്നെ ചെറിയ ഒരു ഡിമോട്ടിവേഷനൊക്കെ വരാൻ നേരത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ റിസൾട്ട് റിയാക്ഷനൊക്കെ ഉണ്ടാവില്ല. യൂട്യൂബിൽ ഒരുപാട് കുട്ടികൾ ജയിച്ചു കഴിഞ്ഞ സമയത്ത് അവരുടെ റിയാക്ഷനും അവരുടെ പാരൻസിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. എനിക്ക് നന്നായിട്ട് പഠിക്കാനൊക്കെ തോന്നും. സോ അതൊരു ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണത്. റിസൾട്ട് റിയാക്ഷൻ കാണുമ്പോൾ എനിക്ക് മോട്ടിവേഷൻ വരുമെന്നുള്ളത്. പിന്നെ ഞാൻ മോട്ടിവേഷണൽ ഫിലിംസ് ഒത്തിരി കാണും. എനിക്ക് ഡൗൺ ആക്കി തോന്നുന്ന സമയത്ത് ഞാൻ ഒരുപാട് മോട്ടിവേഷൻ പടങ്ങൾ കാണും. അത് എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തരുന്നൊരു പടമാണ് ചക് ദേ ഇന്ത്യ എന്ന് പറയുന്ന പടം. ആ പടം ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പടം. അത് ദംഗൽ, ചക് ദേ ഇന്ത്യയൊക്കെ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എപ്പോഴാണോ എനിക്ക് പഠിക്കാൻ ഒട്ടും മൂടില്ലാത്തത് അപ്പം ഞാൻ പോയി ഇപ്പോൾ ചക് ദേ ഇന്ത്യ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമയിലെ ഡയലോഗ് വരെ എനിക്ക് കാണാൻ പടമാണ്. പക്ഷേ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു എന്താ പറയുക, ഭയങ്കര മോട്ടിവേഷനാണ്. ചിലപ്പോൾ സോങ്സൊക്കെ കേൾക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. സോ എൻ്റെ മോട്ടിവേഷൻ എന്താണെന്ന് ഞാൻ തന്നെയാണ് കണ്ടെത്തിയത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ മോട്ടിവേഷൻ എന്താണോ നിങ്ങൾ തന്നെ കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗൺ ആയിരിക്കുമ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. ഇത് സിമ്പിളായിട്ടുള്ളൊരു ടിപ്പും കാര്യങ്ങളുമാണ്. പിന്നെ എന്താ ചെയ്യുക, ഒരിക്കൽ ഇപ്പോൾ 13 hours ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾ ഒട്ടും വിചാരിക്കരുത് ഈ 13 hours എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 13 മണിക്കൂർ തന്നെ ഞാൻ ഇരിക്കുമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒറ്റയടിപ്പിൽ ഇരിക്കാനൊന്നും പറ്റത്തില്ല നമുക്ക്. എനിക്കും നിങ്ങൾക്ക് വന്ന പോലെ തന്നെ ഉറക്കവും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും വരും. സോ
അങ്ങനെ വരുന്ന ഒരു സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ എനിക്ക് വരും കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും. ഒന്ന് പഠിക്കാനപ്പോൾ നമ്മളൊന്ന് ഡൗൺ ആവുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബോറടിയൊക്കെ തോന്നുമല്ലോ, ബോറടി തോന്നും, ഉറക്കം തോന്നും. സോ ആ ഒരു സമയത്ത് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും. 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് ആ സമയത്ത് ഫോണൊന്നും നോക്കത്തില്ല, ഒന്ന് വീടൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരും. അല്ലെങ്കിൽ എന്താ പറയുക, ആരോടെങ്കിലും അനിയത്തിനോടോ അമ്മേനോടോ ഇരുന്ന് എന്തെങ്കിലും കാര്യമൊക്കെ സംസാരിക്കും അങ്ങോട്ട് ചെന്നിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ടോ എന്തെങ്കിലും എക്സസൈസ്, അങ്ങനെ ഒന്ന് ബോഡിയൊക്കെ ഒന്ന് എന്താ പറയുക, ബോഡിക്കൊരു ചെറിയൊരു എക്സസൈസ് പോലെയൊക്കെ കൊടുത്തിട്ട് ഒന്ന് റിഫ്രഷ് ആവാൻ നോക്കും. റിഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ച് വന്ന് വീണ്ടും നമ്മുടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഹവേഴ്സൊക്കെ ഇരിക്കാൻ പറ്റുന്നത് തന്നെ ഇങ്ങനെ ഒരു ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. പിന്നെ എപ്പോഴും നിങ്ങളുടെ സ്റ്റഡി സ്പേസ് ഒന്ന് നീറ്റായിട്ട് വയ്ക്കുക. നീറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ ഇരിക്കുന്ന നേരം ഇച്ചിരി ഒന്ന് നീറ്റായിട്ട് വയ്ക്കുക. അത്രയൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.